ഹായ് ഞാൻ സംസാരിക്കുന്നത് റീസെൻ്റായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കേരളത്തിലുള്ള 2 ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രപ്പോസലിന് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലും മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലുമാണ് ഈ ഒരു മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി ആ ജില്ലയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു പുറമെ കാസർഗോഡിനെ സ്പെസിഫിക് ആയിട്ട് തന്നെ എടുത്ത് സംസാരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടി സത്യത്തിൽ കേരളത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കാസർഗോഡിനെയും വയനാടിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും അധികം ഐസൊലേറ്റഡ് ആയി കിടക്കുന്ന 2 ജില്ലകളാണ് നോർത്തുള്ള കാസർഗോഡും പിന്നെ വയനാടും. വയനാട് മറ്റ് ജില്ലകളെ കണക്ട് ചെയ്യുന്നത് ഈ താമരശ്ശേരി ചുരം വഴിയും അതുപോലെ നാടുകാണി ചുരം വഴിയാണ്. പലപ്പോഴും ഈ ചുരമിറങ്ങി രോഗികളെ കൊണ്ട് കടന്നു വരുന്ന ആംബുലൻസുകൾ പലപ്പോഴും റോഡിൽ ട്രാഫിക്കിൽപ്പെട്ട് രോഗികൾക്ക് അടിയന്തരമായ ചികിത്സ കൊടുക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോകുന്ന സിറ്റുവേഷനൊക്കെ പലപ്പോഴും വയനാട് ജില്ലയിൽ ഉണ്ടാവാറുണ്ട്. ഇതിന് സമാനം തന്നെയാണ് കാസർഗോഡിലും. കാരണം കാസർഗോഡിലെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അവർക്ക് തൊട്ടടുത്തുള്ള മംഗളൂരു കർണാടക ജില്ലയിലേക്ക് പോകേണ്ട ആവശ്യം വരാറുണ്ട്. അതിനു പുറമെ അതല്ലെങ്കിൽ കണ്ണൂരിലുള്ള പരിയാർ മെഡിക്കൽ കോളേജിനെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ സത്യത്തിൽ കാസർഗോഡുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാസർഗോഡിനെ സംബന്ധിച്ച് ഈ ഒരു മെഡിക്കൽ കോളേജ് എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കുക എന്നത് സംസാരിച്ചു പോകേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ കേരളത്തിന്റെ രൂപീകരണ കാലം മുതൽ തന്നെ ഈ കാസർഗോഡിന്റെ പ്രദേശം വളരെയധികം ബാക്ക്വേർഡ്നെസ് ആയി കിടക്കുന്ന ഒരു കാര്യം നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 1986 കേരളം രൂപീകരിക്കപ്പെടുന്നുണ്ട്. ആ ഒരു കാലം കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റുകളൊക്കെ നടക്കുന്നത് ഈ ക്യാപിറ്റൽ സിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവനന്തപുരവും അതുപോലെ ഹൈക്കോടതി സ്ഥാപിക്കപ്പെടുന്നതുകൊണ്ട് കൊച്ചിയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഒരു മാപ്പ് സത്യത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലം മുതൽ തന്നെ മലബാർ റീജിയൻ ഒരു ഐസൊലേറ്റഡ് ആയി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പിന്നീട് നമ്മൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകും തോറും പലപ്പോഴും ഈ ഡെവലപ്മെന്റിലൊക്കെ കാര്യമായ കുറവ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെ മലബാർ റീജിയനിലുള്ള കോഴിക്കോട്, മലപ്പുറം അതുപോലെ പാലക്കാട് ജില്ലകളിലൊക്കെ മറ്റ് കാസർഗോഡ് ജില്ലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാര്യമായ പുരോഗതിയൊക്കെ കൈവരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് കാസർഗോഡിനെ സംബന്ധിച്ച് വളരെയധികം ക്ലേശകരമായ സിറ്റുവേഷൻ ആണുള്ളത്. എന്നാൽ സത്യത്തിൽ കാസർഗോഡ് നമ്മുടെ കേരളത്തിന്റെ ഡെവലപ്മെന്റിൽ വലിയ നിർണായകമായ റോളാണ് വഹിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ NRI, അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികളുള്ള, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള 2ാമത്തെ ജില്ല കൂടിയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ NRI മണി നമുക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ്. എന്നാൽ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഈ ഒരു അപ്രോച്ച് അവർക്ക് കിട്ടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ 1956 ശേഷം കേരളം രൂപീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ജനപ്രതിനിധികളുടെ നിരന്തരമായ ആവശ്യം മൂലമാണ് 1984 ഈ കാസർഗോഡിന്റെ പുരോഗതിക്കും അതിന്റെ വികസനത്തിനും വേണ്ടി 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെടുന്നത്. അത് കണ്ണൂരിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്കും അതുപോലെ ഹൊസ്ദുർഗ് താലൂക്കും കൂട്ടിയോജിപ്പിച്ച്, പിന്നെ കർണാടകയുടെ ഭാഗമായിരുന്ന ദക്ഷിണ കന്നഡയും കൊടക് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കാസർഗോഡ് എന്ന കൊച്ചു ജില്ല രൂപീകരിക്കുന്നത്. അറൗണ്ട് 13 ലക്ഷത്തോളം പോപ്പുലേഷൻ ആണ് സത്യത്തിൽ കാസർഗോഡ് ജില്ലയിലുള്ളത്. അങ്ങനെ ഒരു ജില്ല 1984 രൂപീകരിച്ചിട്ട് പോലും അവർക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ബേസിക് ഫെസിലിറ്റി പലപ്പോഴും കിട്ടാറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രാജധാനി ട്രെയിനിന് സ്റ്റോപ്പില്ലാത്ത ഏക ജില്ല കാസർഗോഡ് ജില്ലയാണ് എന്ന് പറയാറുണ്ട്. അതിനു പുറമെ മറ്റ് പലതരത്തിലുള്ള വിവേചനങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. സാധാരണ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾ ഏറ്റവും അധികം പ്രവാസികളുള്ള ഒരു ജില്ല കൂടി ആയിരുന്നിട്ട് കൂടി അവിടെ പാസ്പോർട്ട് ഫെസിലിറ്റികളൊക്കെ കാര്യമായ അഭാവം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ തൊട്ടടുത്തുള്ള 98 കിലോമീറ്റർ അകലെയുള്ള പയ്യന്നൂരിൽ ചെന്നിട്ടാണ് അവരുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ മറ്റടക്കമുള്ള കാര്യങ്ങളൊക്കെ അവർ നിർവഹിക്കാറുള്ളത്. അതിന് പുറമെയാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ അഭാവം നമുക്ക് കാസർഗോഡിൽ കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും കാസർഗോഡിന്റെ ഈ ഒരു ഹെൽത്ത് ഫെസിലിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു
മാറ്റം ഉണ്ടാക്കണമെന്നുള്ള ഒരു ശുപാർശ 2012 പ്രഭാകരൻ കമ്മീഷൻ രൂപീകരിക്കപ്പെടുകയും അങ്ങനെ അതിൻ്റെ ഒരു റെക്കമെൻഡേഷനായി ചില ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ പ്രഭാകരൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 11,123 കോടിയുടെ ഒരു വലിയ പ്രൊജക്റ്റാണ് സത്യത്തിൽ കാസർഗോഡിന് വേണ്ടി അന്ന് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും ഇതിന് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ കൃത്യമായ രൂപം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സിമ്പിളായിട്ടൊരു ഡാറ്റ പറഞ്ഞുതരാം. UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിലൂടെയാണ് കാസർഗോഡിന് ഒരു 2013 ഒരു മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കണമെന്നതിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെടുന്നത്. അതിന് 2013 സ്ഥാപിക്കപ്പെട്ടെങ്കിലും പിന്നീട് അതേ കാലയളവിൽ ഇടുക്കിയിലും ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള ഫൗണ്ടേഷന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അങ്ങനെ ഇടുക്കിയിലുള്ള മെഡിക്കൽ കോളേജ് ഫെസിലിറ്റികളൊക്കെ കാര്യമായ പുരോഗതി പിന്നീടുള്ള വർഷങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിലും കാസർഗോഡിൻ്റെ കാര്യത്തിൽ ഇത് വളരെ പിച്ച വെച്ച് ഒച്ച് നടന്നു നീങ്ങുന്നത് പോലെയുള്ള ഒരു പുരോഗതിയാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായത്. അങ്ങനെ ഇപ്പോൾ 2025 ഈ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള അംഗീകാരം ലഭിക്കുമ്പോഴും കാര്യമായ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളൊന്നും സത്യത്തിൽ കാസർഗോഡ് ലഭ്യമായിട്ടില്ല എന്നതാണ് അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ കണക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ കാസർഗോഡിൻ്റെ ഈ മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിൻ്റെ അഭാവം ഏറ്റവും അധികം രൂക്ഷമായി നമുക്ക് അനുഭവപ്പെടുന്നത് കോവിഡിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. പലപ്പോഴും വിദേശത്ത് നിന്ന് പ്രവാസികൾ വരുന്ന സമയത്ത് കോവിഡിൻ്റെ സിംറ്റംസ് കാണിക്കുകയും അങ്ങനെ തുടക്ക സമയത്ത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് കാസർഗോഡിലായിരുന്നു. സ്വാഭാവികമായിട്ടുള്ളൊരു ഐസൊലേഷൻ അനുഭവിച്ചു എന്നത് മാത്രമല്ല, കാസർഗോഡും അതുപോലെ കർണാടകയും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന റോഡ് കർണാടക സർക്കാർ ബ്ലോക്ക് ചെയ്യുകയും അവർക്ക് സ്വാഭാവികമായിട്ട് പല ആവശ്യങ്ങളും ചികിത്സാ ആവശ്യത്തിന് ബാംഗ്ലൂരിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അത് അവർക്ക് നിഷേധിക്കപ്പെടുകയും ബേസിക് ആയിട്ടുള്ള അവരുടെ ഹെൽത്ത് എമർജൻസീസ് നിർവഹിക്കപ്പെടാതെ പലപ്പോഴും പല രോഗികളും മരണപ്പെട്ടു പോയ സിറ്റുവേഷൻസ് ഒക്കെ ആ ഒരു കോവിഡ് കാലത്ത് നമുക്ക് അനുഭവവേദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അക്കാലത്താണ് ഗൗരിദേവി എന്ന ഒരു പെൺകുട്ടി, അവർ മഞ്ചേശ്വരം താമസക്കാരിയാണ്. അവർ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടൊരു മാംഗ്ലൂരിലേക്കുള്ള ഡെലിവറിക്ക് വേണ്ടി പോകുന്ന സമയത്ത് റോഡ് ബ്ലോക്ക് ആവുകയും തിരിച്ച് അവർക്ക് കണ്ണൂരിലുള്ള മറ്റു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ സമയത്താണ് അവർക്ക് ആംബുലൻസിൽ വെച്ച് ആ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത്. ഇത്തരത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ അക്കാലത്ത് അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. 60 വയസ്സുകാരനായിരുന്ന അബ്ദുൽ ഹമീദ് എന്ന ഒരു വ്യക്തി, അദ്ദേഹം വളരെ അടുത്ത് മാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ 10-16 കിലോമീറ്റർ അകലെ മാത്രമുണ്ടായിരുന്ന മാംഗ്ലൂരിലേക്കുള്ള യാത്ര നിഷേധിക്കപ്പെട്ടതോടുകൂടി ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയ സിറ്റുവേഷൻ ഈ ഒരു കോവിഡ് കാലത്ത് നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു. ചുരുക്കത്തിൽ ഒരു മെഡിക്കൽ കോളേജും അതിന് അനുബന്ധമായിട്ടുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്റേഴ്സും ഒക്കെ കാര്യമായിട്ട് സ്ഥാപിക്കപ്പെടാത്ത ഒരു ജില്ലയാണ് ചുരുക്കത്തിൽ കാസർഗോഡ് എന്ന് പറയുന്നത്. ഇതിനു പുറമെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ താമസിക്കുന്ന ജില്ല കൂടിയായി കാസർഗോഡ് മാറ്റപ്പെടുന്നത്. അങ്ങനെ മൂവ്മെന്റ് ഫോർ ബെറ്റർ കേരള എന്ന ഒരു മൂവ്മെന്റ് സ്ഥാപിക്കപ്പെടുകയും ആ മൂവ്മെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ദയാബായി എന്നൊരു വ്യക്തി എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകൾക്ക് അടിയന്തരമായ ചികിത്സ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രൊട്ടസ്റ്റുകളും സെക്രട്ടറിയുടെ ഭാഗമായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം 2013 UDF സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഒരു മെഡിക്കൽ കോളേജിന്റെ സ്ഥാപനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് യാതൊരു പുരോഗതിയും കൈവരിക്കാനാകാത്ത രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ജില്ലയിലുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകൾ ഈ സെക്രട്ടേറിയറ്റിലൊക്കെ സമരത്തിന് ഇറങ്ങിയ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇനി മറ്റു ചില ഡാറ്റകൾ കൂടി പറയുന്നതോടുകൂടി സത്യത്തിൽ കാസർഗോഡിന്റെ ഈ ഐസൊലേഷന്റെ ഭീകരമായ സിറ്റുവേഷൻ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. കേരളത്തിലെ ഡോക്ടർമാരുടെ പോപ്പുലേഷൻ, അതായത് സാധാരണ ഒരു 300 വ്യക്തികൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ പല ജില്ലകളിലും ഈ ഒരു ഡോക്ടർ അതുപോലെ പേഷ്യൻ്റ് റേഷ്യോ
ആനുപാതികമായിട്ട് അത്യാവശ്യം മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ചുകൊണ്ട് മികച്ച രീതിയിലാണ്. എന്നാൽ ഇത് കാസർഗോഡ് ജില്ലയെ മാത്രം നോക്കി അതിൻ്റെ ആ ഒരു പോപ്പുലേഷൻ റേഷ്യോ നോക്കുന്ന സമയത്ത് 1:1925 എന്ന രീതിയിലാണ് ആ ഒരു റേഷ്യോ വരുന്നത്. അതായത് നേരത്തെ മറ്റ് ജില്ലകളിൽ ഒരു ഡോക്ടർ 300 രോഗികളെ ചികിത്സിക്കുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഒരു ഡോക്ടർ 1925 രോഗികളെ ചികിത്സിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഹെൽത്ത് ഫെസിലിറ്റിയിലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിലും ഒക്കെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഭീകരമായ ഒരു അലംഭാവമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഈ ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡിൽ വരുന്നതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് കാസർഗോഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി രോഗികൾക്ക് ലഭ്യമാകുമെന്നത്. കാരണം ഒരു എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ഒരു സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ രോഗിയെ രക്ഷിക്കാമായിരുന്നു എന്ന് പറയാറുണ്ട്. ആ ഒരു ഗോൾഡൻ ഹവർ എന്നാണ് സാധാരണ ഇതിന് പറയാറുള്ളത്. ആ ഗോൾഡൻ ഹവറിൽ രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അതുമൂലം അവർക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റികൾ ഒരുക്കി കൊടുക്കാനും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു മെഡിക്കൽ കോളേജ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർമാർ ഒരുപാട് മെഡിക്കൽ കോളേജ് വരുന്ന സമയത്ത് ഒരുപാട് പുതിയ ഡോക്ടർമാരെ പഠിച്ചു വരും. ഫ്യൂച്ചറിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള രോഗികളും അതുപോലെ ഡോക്ടറിൻ്റെയും പോപ്പുലേഷൻ റേഷ്യോ ഒക്കെ വളരെ കുറച്ചു കൊണ്ടുവരാനും അത് പ്രൈമറി ഹെൽത്ത് സർവീസിലുമൊക്കെ മതിയാവിധം രോഗികളും അതുപോലെ മതിയാവിധം അവരെ ചികിത്സിക്കാൻ ഡോക്ടർമാരും ലഭ്യമാകുന്ന ഒരു സിറ്റുവേഷൻ ഭാവിയിൽ സത്യത്തിൽ ഈ ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊന്ന് അഫോർഡബിലിറ്റിയാണ്. സാധാരണ ഒരു ചികിത്സ നടക്കുന്ന സമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ള അതുപോലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ മെഡിക്കൽ കോളേജുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഒരു യാഥാർത്ഥ്യം. സത്യത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കേരളത്തിൻ്റെ പല ജില്ലകളിലും ഒരുപാടുണ്ടാവും. പക്ഷേ ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് അത്തരം സ്വകാര്യ ഹോസ്പിറ്റലുകളെ സമീപിക്കുമ്പോഴാണ് നമ്മുടെ പോക്കറ്റ് പലപ്പോഴും കാലിയായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവർക്ക് വളരെ ഗുണനിലവാരമുള്ള ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാകാൻ ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപനം വളരെയധികം സഹായിക്കും. മാത്രമല്ല ICU ഫെസിലിറ്റികൾ ഉണ്ടാവും. അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ന്യൂറോളജി, അതുപോലെ ENT, അതുപോലെ മറ്റു ടെക്നിക്കലായിട്ടുണ്ടാകുന്ന ഒരുപാട് ചികിത്സക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ചികിത്സക്കൊക്കെ ഈ ഒരു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നത് കൂടി 1, 2, 3 വർഷത്തിനുള്ളിൽ തന്നെ രോഗികൾക്ക് മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു മെഡിക്കൽ കോളേജ് പ്രൊവൈഡ് ചെയ്യുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഞാനിതൊക്കെ റിപ്പീറ്റഡായിട്ട് നിങ്ങളോട് പറയുമ്പോഴും 2013 ഇങ്ങനെയൊരു മെഡിക്കൽ കോളേജിൻ്റെ ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെട്ടിട്ടെങ്കിലും കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിൽ ഈ ഒരു ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ വിദൂര ഭാവിയിൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിയും. അതിനു പുറമെ കാസർഗോഡ് ജില്ലയെ മറ്റു ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ടുള്ള ആ ഐസൊലേഷനിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെയുള്ള കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്.